മുതലാളിക്ക് വേണ്ടി നിങ്ങളുടെ ഗൂഗിൾ പേയിൽ പണം സ്വീകരിക്കാറുണ്ടോ? നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു റിയൽ കേസ് സിനാരിയോ ആണ്. ഒരു കൊല്ലം മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ മുതലാളിക്ക് വേണ്ടി GST കാണിക്കാത്ത ബില്ലുകൾ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേയിലേക്ക് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ മുതലാളിക്ക് വേണ്ടി വലിയ എമൗണ്ടിൻ്റെ ക്യാഷ് ഡെപ്പോസിറ്റുകൾ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ ചെയ്യുന്നു. അതിനുശേഷം ആൾ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബിസിനസ്സിൻ്റെ എക്സ്പെൻസുകളും ഇദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേയിലൂടെ പേ ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം വന്നതെന്ന് അറിയാമോ? GST കൊടുക്കാതെ നടത്തിയിരുന്ന സെയിലുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേയിലൂടെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഒരു കൊല്ലത്തിന് ശേഷം ഇദ്ദേഹത്തിന് ഗൂഗിൾ പേ എമൗണ്ട് കൂടുതലായതുകൊണ്ട് ഒരു GST നോട്ടീസ് കിട്ടുകയുണ്ടായി. ഈ വന്ന സെയിലെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ ആണ് എന്നുള്ള രീതിയിലാണ് GST നോട്ടീസ് വന്നിരിക്കുന്നത്. ക്യാഷ് ഡെപ്പോസിറ്റ് ലിമിറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് ഇൻകം ടാക്സിൽ നിന്നും കിട്ടി ഒരു നോട്ടീസ്. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഇൻകം ആണെന്നുള്ള രീതിയിലായിരുന്നു 2 നോട്ടീസുകളും വന്നത്. സോ ഇതിൻ്റെ ടാക്സും പെനാൽറ്റിയും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് വലിയൊരു എമൗണ്ടിൻ്റെ നോട്ടീസാണ് വന്നത്. ഈ സമയത്ത് ബിസിനസ്സിൻ്റെ മുതലാളി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുമില്ല. പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ടാക്സ് പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക ബ്ലാക്ക് മണി ആണോ ഏതെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ നിന്ന് വന്നതാണോ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത് വലിയ റിസ്ക് തന്നെയാണ്. മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചും കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.